ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൽ 40 നാളുകൾ നാം പിന്നിടുകയാണ്. വലിയ നോമ്പിൻ്റെ എല്ലാ നന്മകളും ഏവർക്കും നേരുന്നു. മുംബൈ ഭദ്രാസന യൂത്ത് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നോമ്പിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദൈവവചന ധ്യാനങ്ങളിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. നമുക്കേവർക്കും പരിചിതമായ വേദഭാഗമായതുകൊണ്ട് അത് വായിക്കുന്നതിന് ഞാൻ മുതിരുന്നില്ല. നോമ്പുകാലം ദൈവവചന ധ്യാനത്തിൻ്റെയും ദൈവസന്നിധിയിലിരുന്ന് കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, നമ്മുടെ തിരക്കേറിയ ജീവിതങ്ങളുടെ തണലുകളിൽ പലപ്പോഴും നിറം മങ്ങിയും ഒരുപക്ഷെ കെട്ടുപോവുകയും ചെയ്തതായ ആധ്യാത്മികതയുടെ തിരുനാളങ്ങളെ കൂടുതൽ തെളിക്കുന്നതായിട്ടുള്ള കാലമാണ്. വരുന്നതായിട്ടുള്ള ഓരോ നാളുകളിലും ജീവിക്കുന്നതിനാവശ്യമായ ആധ്യാത്മികമായ കരുത്ത് നാം സ്വന്തമാക്കുന്നത് ഈ നോമ്പിലൂടെയുള്ള ദൈവവചന ചിന്തനകളിലൂടെയും പ്രാർത്ഥനാനുഭവങ്ങളിലൂടെയും ആണ് എന്നുള്ളതിന് സംശയമില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന വേളയാണ് ഇവിടെ. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കത്തക്കവണ്ണം അവൻ യോർദാൻ നദിയിൽ ഇറങ്ങി. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ക്രിസ്തുവിൻ്റെ മേൽ വന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഒപ്പം സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദവും മുഴങ്ങുകയുണ്ടായി. നോമ്പുകാലം പുതിയ ദർശനങ്ങൾ കാണുന്ന സമയമാണ്. നോമ്പുകാലം ദൈവ ശബ്ദം കേൾക്കുന്ന സമയമാണ്. Let us pray that this Lenten season we would be able to see new visions, and let us open our ears to hear the voice of God. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ക്രിസ്തു കരയ്ക്ക് കയറുന്നതായിട്ടുള്ള സമയത്ത് പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. Let us seek the guidance of the Holy Spirit in our lives and live accordingly. 40 നാള് യേശു ക്രിസ്തു ധ്യാനപൂർവ്വം മരുഭൂമിയിലായിരിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ വേർതിരിച്ച് ഞാനും ക്രിസ്തുവുമായി മാറുന്ന ഒരു പേഴ്സണൽ ക്വയറ്റ് ടൈം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. 40 നാളുകളിലെ പ്രാർത്ഥന അനുഭവങ്ങൾക്ക് ശേഷം അവൻ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പിശാച് അവനെ സമീപിക്കുവാനായിട്ടിടയാകുന്നത്. പ്രലോഭനങ്ങളിലൂടെ അവനെ വശംവദനാക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. Temptations are not sin in itself, but falling into temptations is a sin. പ്രലോഭനങ്ങൾ അതിൽ തന്നെ പാപമല്ല എങ്കിലും പ്രലോഭനങ്ങളിൽ വീഴുക എന്ന് പറയുന്നത് പാപമാണ്. അനുദിന ജീവിതത്തിൽ നിരന്തരം നാം പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് എന്നുള്ളതിന് സംശയമില്ല. പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട് പ്രാർത്ഥനാനുഭവങ്ങളാണ് നമ്മളെ ശക്തരാക്കുക. 40 നാളത്തെ പ്രാർത്ഥനയിലൂടെ താൻ ആർജിച്ചതായിട്ടുള്ള ആധ്യാത്മികമായ കരുത്തുകൊണ്ട് പിശാചിനെ നേരിടുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുന്നു എന്ന് കാണുന്നു. ഓരോ പരീക്ഷകളും നാം ദൈവപുത്രൻ തന്നെയോ എന്ന് തിരിച്ചറിയുവാനുള്ള ഉരകല്ലുകളാണ് എന്നത് നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ നന്മ തിന്മകളുടെ വടംവലികൾ നടക്കുമ്പോൾ നന്മയുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തി നന്മയുടെ പക്ഷം ചേരാൻ എപ്പോഴും നമുക്ക് സാധിക്കുന്നത് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നതിനനുസരിച്ചും പ്രാർത്ഥനയിലൂടെ നാം ആർജിക്കുന്ന ആത്മീയ കരുത്തുകൾക്കനുസരിച്ചും ആണ് എന്ന് നാം ഓർക്കുക. ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ് നാം വേദപുസ്തകത്തിൽ പഴയ നിയമ ഭാഗങ്ങളിലൊക്കെ വായിക്കുക. ദൈവജനമെന്ന് അഭിമാനിക്കുന്നതാണ് ഇസ്രായേൽ ജനം. ദൈവത്തിൻ്റെ സ്നേഹത്തോടും ദൈവത്തിൻ്റെ കൽപ്പനകളോടും പൂർണ്ണമായ വിധേയത്വവും ആശ്രയത്വവും വിശ്വാസവും പാലിക്കുന്നതിന് പരാജയപ്പെടുന്നത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി താൻ അഭിമുഖീകരിച്ച എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് വിജയിക്കുന്നതാണ് ക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ക്രിസ്തു നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയാണ് പരീക്ഷകളിൽ അകപ്പെട്ടു പോകാതെ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെയുള്ള ദൈവബന്ധത്തിലൂടെ പരീക്ഷകളെ അതിജീവിച്ച് വിജയിക്കുന്ന ആളുകളായി മാറുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന നാളുകളായി ഈ നോമ്പ് തീരേണ്ടതാണ് എന്ന് കരുതുന്നു. 3 പ്രലോഭനങ്ങൾ കല്ല് അപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കാം. എൻ്റെ മുമ്പിൽ വണങ്ങിയാൽ ഈ കാണുന്നത് മുഴുക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പിശാച് പറയുന്നു. മാത്രമല്ല ദൈവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി അതിശയം പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രലോഭനം. അപ്പവും അംഗീകാരവും ആധിപത്യവും ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നു. ഇന്ന് മനുഷ്യർ ഏറ്റവും വ്യഗ്രത പൂണ്ട് ഉഴലുന്നത് ഈ വിധമായ നേട്ടങ്ങളുടെ പിന്നാലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
എന്ത് ധാർമ്മികതകളെയും തകിടം മറിച്ചുകൊണ്ട് ഇവ നേടുവാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു അവതരിപ്പിക്കുകയാണ്, ഇതല്ല ജീവിതത്തിന്റെ പ്രധാനം. മനുഷ്യരുടെ അംഗീകാരത്തെക്കാളും ഭൗതികമായ വിശപ്പുകളെക്കാളും ഒക്കെ വലുത് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അംഗീകാരമാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലങ്ങളിൽ ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ലോകത്തിന്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തിന്റെ അംഗീകാരത്തിന് കാതോർക്കുവാനായിട്ട്, അതിനുവേണ്ടി ജീവിതത്തെ നല്ല തിരിച്ചറിവുകളുള്ള അനുഭവങ്ങളോടെ നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യം. പിശാച് കർത്താവിനെ പരീക്ഷിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് ദൈവവചന ഉദ്ധരണികളാണ് എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ കർത്താവ് അതിനെ ചെറുത്തു നിൽക്കുന്നതെല്ലാം തന്നെ ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആഴമുള്ള ദൈവിക പരിജ്ഞാനമാണ് ക്രിസ്തുവിനെ ഈ ചെറുത്തുനിൽപ്പിന് സഹായിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുക. എപ്രകാരമാണ് നമ്മുടെ ദൈവവചനത്തിന്റെ പരിജ്ഞാനം എന്ന് നാം ഓർക്കുക. ഇത് ദൈവവചനത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാനും ദൈവവചന പരിജ്ഞാനം സ്വന്തമാക്കി പിശാചിന്റെ പ്രലോഭനങ്ങളെ വചനത്തിന്റെ ശക്തിയിലൂടെ അതിജീവിക്കുവാൻ നാം കരുത്തരായി തീരുവാനും നമ്മെ സഹായിക്കേണ്ട നാളുകളാണ് നോമ്പ് എന്ന് നാം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുറുക്കു വഴികളിലൂടെ ഭൗതികമായ നേട്ടങ്ങൾ ആർജിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പിശാചിനെ എതിർത്ത് തോൽപ്പിച്ച് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിതരായി ജീവിക്കുന്നതിന് യുവസമൂഹമായി നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ നോമ്പുകാലം ദൈവ ശബ്ദത്തിന് നമുക്ക് കാതോർക്കാം, ദൈവിക ദർശനങ്ങൾക്ക് നമ്മുടെ മിഴികളെ തുറക്കാം, പരിശുദ്ധാത്മാവ് നടത്തുന്ന നടത്തിപ്പിനനുസരിച്ച് നമ്മുടെ ജീവിതയാത്രകളെ മുൻപോട്ട് നയിക്കാം. ഞാനും ദൈവവും മാത്രമുള്ള പ്രാർത്ഥനാനുഭവങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ കരുത്ത് നമുക്ക് സമ്പാദിക്കാം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടും ദൈവവചന പരിജ്ഞാനത്തിലൂന്നിയും നമ്മുടെ നേരെ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും സധൈര്യം അഭിമുഖീകരിച്ച് വിജയിച്ച് ദൈവത്തിന്റെ മുൻപാകെ ഏറ്റവും വിശ്വസ്തരും ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹീതരുമായി നിലനിൽക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അതിന് ഈ നോമ്പ് നമുക്കേവർക്കും സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.